ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാവക്കച്ചാറിന്റെ റെസിപ്പി കണ്ടാലോ. അടിപൊളി ടേസ്റ്റാണ്, യാതൊരു വക കയ്പുമില്ലാത്ത ഒരു പാവക്കച്ചാറിന്റെ റെസിപ്പി. അപ്പൊ അതിനായിട്ട് ഞാനൊരു 3/4 കിലോ പാവക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് നമുക്ക് 1 സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് അരമണിക്കൂർ വച്ച ശേഷം അത് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. നല്ല പോലെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അതിലെ കയ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അതിനാണ് ഇങ്ങനെ വയ്ക്കണം, അരമണിക്കൂർ വയ്ക്കുക. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. എണ്ണയിൽ വേണേലും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാവക്ക ഇട്ട് വറുത്തെടുക്കാം. രണ്ടാക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഒറ്റക്ക് ഇടാൻ പറ്റൂല, അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ പാവക്ക വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അച്ചാറാക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലോട്ട് കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൊല്ലമുളകും അതും ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ അച്ചാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അച്ചാർ പൊടി ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടാ. അതൊന്ന് മണം പോയി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 3 സ്പൂണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളി നല്ല കുറുക്കിയ പുളിയാട്ടോ, കുറുകിയിരിക്കണ വെള്ളം ഒഴിക്കണം. അതിലോട്ട് 1 സ്പൂൺ ശർക്കരയും പാകത്തിന് ഉപ്പും 1 സ്പൂൺ വിനാഗിരി അത്രയും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കുറുകി വരും കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല പോലെ എല്ലാം യോജിച്ച് വരണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ റെസിപ്പി. മസാല ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിയാണ് ഞാൻ ഇട്ടേക്കണം, എന്നാൽ ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് വഴറ്റണതിന് കഴിയുമ്പോൾ അവസാനം നമുക്കിനി നമ്മുടെ വറുത്ത് വച്ചേക്കണ പാവയ്ക്ക ഇടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, നമ്മൾ വറുത്ത് വച്ചേക്കുന്നതല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് പാവക്ക വറുത്തത് ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിക്കുമ്പോൾ നമ്മുടെ പാവക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കയ്പൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.